നമസ്കാരം. പ്രധാന വാർത്തകൾ. ദ്വിദിന കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സമാപിക്കും. റോഡ് ഷോയുടെ ഭാഗമായി കൊച്ചിയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. റോഡ് ഷോ കടന്നുപോകുന്ന റോഡുകളിൽ ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. തൃപ്രയാർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബിജെപി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. പൊതുസമ്മേളനം നടക്കുന്ന മറൈൻ ഡ്രൈവിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ തൃശൂർ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ കൊച്ചി ആവേശത്തിലാണെന്ന് ബിജെപി എറണാകുളം ജില്ലാ അധ്യക്ഷൻ ഷൈജു. എറണാകുളത്ത് ദൂരദർശനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി നഗരം വളരെ ആവേശത്തോടുകൂടിയാണ് അദ്ദേഹത്തെ വരവേൽക്കാനും വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. വിവിധ പരിപാടികൾ, കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഔദ്യോഗിക പരിപാടികളും മറൈൻ ഡ്രൈവിലെ 17-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക പാർട്ടിയുടെ പരിപാടികളും അതോടൊപ്പം തന്നെ റോഡ് ഷോയും വലിയ ആവേശത്തോടുകൂടിയാണ് കൊച്ചി മഹാനഗരം കാണുന്നത്. ഇവിടെ ഗതാഗത തടസ്സമൊന്നുമില്ലാതെ പോലീസിന്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടുകൂടി വലിയ സജ്ജീകരണങ്ങൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും മറ്റുമൊക്കെയായിട്ട് വലിയ സജ്ജീകരണങ്ങൾ പാർട്ടി വളണ്ടിയർമാരും പോലീസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു ഗ്രൂപ്പ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. എന്തായാലും കൊച്ചിയിലേക്കുള്ള മോദിയുടെ 2ാം വരവ് വലിയൊരു ഉത്സവമാക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പല ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളൊക്കെ സ്വമേധയാ മോദി ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് സംഘടനകൾ ഞങ്ങളെ സഹായിച്ചു. അത് വലിയ ആവേശം നൽകും, വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ പാലസമുദ്രത്തിൽ കസ്റ്റംസ് പരോക്ഷ നികുതി നർക്കോട്ടിക്സ് ദേശീയ അക്കാദമിയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. ലെപാക്ഷി വീർഭദ്ര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ഇന്ത്യൻ റവന്യൂ സർവീസിലെ 74-75 ബാച്ചുകളിലെ ഓഫീസർ ട്രെയിനികളുമായും ഭൂട്ടാനിലെ റോയൽ സിവിൽ സർവീസിലെ ഓഫീസ് ട്രെയിനികളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഇന്ത്യയിൽ ഏകദേശം 25 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയതായി നീതി ആയോഗിന്റെ കണക്കുകൾ. ഇക്കാലയളവിൽ ദരിദ്രരുടെ എണ്ണം 29% നിന്ന് 11% കുറഞ്ഞതായി കണക്കിൽ പറയുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടെ 6 കോടിയോളം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ തോതിൽ ദാരിദ്ര്യം കുറഞ്ഞത് ഉത്തർപ്രദേശിലാണ്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയാണ് തൊട്ടുപിന്നിൽ. ഓരോ ഇന്ത്യക്കാരനും സമൃദ്ധമായ ഭാവി ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. തിരുവനന്തപുരം പൊന്മുടി സീതാതീർത്ഥ ക്ഷേത്രത്തിലെ മകരപ്പൊങ്കാല ഭക്തിനിർഭരമായി. 100 കണക്കിന് പേർ പൊങ്കാല ദിനത്തിൽ മല കയറി. പൊങ്കാലയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനുമൊപ്പം ഇവിടെ എത്തിയ സീതാദേവി സ്നാനം നടത്തിയ സ്ഥലമാണ് പൊന്മുടി സീതാതീർത്ഥമെന്നാണ് വിശ്വാസം. ശ്രീരാമന്റെയും സീതയുടെയും എന്ന് വിശ്വസിക്കുന്ന കാൽപ്പാടുകളും സീതാതീർത്ഥമെന്ന ജലാശയവും ഭക്തിപൂർവ്വം ഇവിടെ ഇന്നും സംരക്ഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ എത്തുന്ന വിശ്വാസി സമൂഹം സുഖശീതളമായ മഞ്ഞുകാറ്റിന്റെ തലോടലോടെ പൊങ്കാലയർപ്പിച്ചു. കാണി ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ നടത്തിയ പൊങ്കാല ജില്ലയിലെ നാനാജാതി മതവിശ്വാസികളുടെ സംഗമവേദി കൂടിയായി. തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികളും പൊങ്കാലയർപ്പിക്കാൻ എത്തിയിരുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠാ നാളുകളിൽ ഈ പുണ്യഭൂമിയിലെത്താൻ സാധിച്ചത് അനുഗ്രഹമായി കാണുന്നതായി സീതാതീർത്ഥത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മകരസംക്രമോത്സവം തീർച്ചയായിട്ടും രാജ്യമെമ്പാടുമുള്ള ശ്രീരാമ ഭക്തർക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടുള്ള എല്ലാവർക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. വരും ദിവസങ്ങളിൽ
ശ്രീരാമദേവൻ വിഭാവനം ചെയ്ത തരത്തിലുള്ള ഒരു രാജ്യം, ഒരു സമൂഹം, ആ സമൂഹം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ചേർന്ന് ശക്തി പകരാം. അതിനായി ഈ പുണ്യസങ്കേതത്തിൽ, ഈ സീതാ തീർത്ഥ ക്ഷേത്രത്തിലെ ദിവ്യശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. സീതാതീർത്ഥം ക്ഷേത്രം ട്രസ്റ്റ് ഗോത്രാചാര സാംസ്കാരിക സമ്മേളനം പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി PM ജൻമൻ പദ്ധതി പൊന്മുടി ഉൾപ്പെടെയുള്ള ഗോത്രവർഗ മേഖലയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ കൂടി തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ ആവശ്യപ്പെട്ടു. വിശേഷാൽ പൂജയ്ക്ക് ശേഷം താലപ്പൊലി ഘോഷയാത്രയോടെയാണ് പൊങ്കാല മഹോത്സവം നടന്നത്. ഗോത്ര കലാപരിപാടികളും ചടങ്ങുകൾക്ക് മിഴിവേകി. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം. വികസിത് ഭാരത് സങ്കൽപ് യാത്ര കോഴിക്കോട് ജില്ലയിലെ മുക്കം നഗരസഭയിൽ പര്യടനം നടത്തി. മുക്കത്തും അഗസ്ത്യൻ മൂഴിയിലും നടത്തിയ പര്യടന പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുക്കം മുനിസിപ്പൽ കൌൺസിലർ വിശ്വനാഥ് നികുഞ്ചം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ധനകാര്യ സേവന വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അജയ് ഗുപ്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനങ്ങൾക്ക് 10 കോടി ജനങ്ങൾ ഉജ്ജ്വല സ്കീമില് ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ 79 സ്കീംസ് ഉണ്ട്, 79. മിക്കതും ജനങ്ങൾക്ക് അറിയില്ല. വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് രേഖ കൈമാറി. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. അഗസ്ത്യൻ മൂഴിയിൽ നടന്ന പര്യടന പരിപാടി മുനിസിപ്പൽ കൌൺസിലർ പി ജോഷ്ല ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും പ്രതിനിധികൾ വിശദീകരിച്ചു. ഹിന്ദ് ലാബിന്റെ സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടന്നു. കൊല്ലം ജില്ലയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ നഗരപര്യടനം വിജയകരമായി തുടരുന്നു. അഞ്ചാലുമൂട്ടിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി കോർപ്പറേഷൻ കൌൺസിലർ ശൈലജ ബി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഓരോ മേഖലകളിലും നമുക്കറിയാം, നമുക്ക് 2014 NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 2024 ആകുന്ന ആ സമയം വരെ നമുക്ക് നടപ്പിലാക്കി വരുന്ന ഏറ്റവും താഴേക്കിടക്കാർക്കുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. വികസിത് ഭാരത് സങ്കൽപ് പ്രതിജ്ഞയെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. HLL ലൈഫ് കെയറിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കേന്ദ്ര പദ്ധതികളുടെ അടിസ്ഥാന വിവരങ്ങളുള്ള ലഘുലേഖകളും ബുക്ക്ലെറ്റുകളും കലണ്ടറുകളും വിതരണം ചെയ്തു. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായ മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ കൊല്ലം ജില്ലയിലെ നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവം പങ്കുവച്ചത്. ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ആനന്ദവല്ലീശ്വരം ഈ പരിപാടി ആനന്ദവല്ലീശ്വരത്തായിരുന്നു. അന്നാണ് ഞാൻ ഈ പരിപാടി വരുന്നത്. വന്ന ഉടനെ തന്നെ ഈ ഗ്യാസ് ഏജൻസി ഇങ്ങനെ ശിവ ഗ്യാസ് ഏജൻസി ഇങ്ങനെ സൗജന്യ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ ഗ്യാസ് കൊടുക്കുന്ന ഉജ്ജ്വല യോജന അത് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ നിന്ന് അപേക്ഷിക്കുകയും ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അതിന്റെ ഗ്യാസ് കണക്ഷൻ കിട്ടുകയുണ്ടായി. ഇതെല്ലാം വളരെ നന്ദിയുണ്ട്. എന്റെ പേര് ലക്ഷ്മി, ഞാൻ കോട്ടമുക്കിലാണ് താമസിക്കുന്നത്. അന്ന് ശനിയാഴ്ച അപ്ലൈ ചെയ്തു, തിങ്കളാഴ്ച തന്നെ എനിക്കത് സാങ്ഷനായി. ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ശ്വാസമുട്ടലും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇത് അപേക്ഷിച്ച് ഒരു ദിവസത്തിനകം, ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം വേഗത്തിൽ തന്നെ ഇത് സാങ്ഷനായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. വികസിത് ഭാരത് സങ്കൽപ് യാത്ര എറണാകുളം ജില്ലയിലെ പിറവ മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തി. എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗവും BJP സംസ്ഥാന കൌൺസിൽ അംഗവുമായ M ആശിഷ് ഉദ്ഘാടനം ചെയ്തു. ആക്സിഡന്റ് പോളിസി അടക്കം ലഭിക്കുന്നു. ഇന്ന് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം സൗജന്യമായി ആളുകൾക്ക് ഈ തരത്തിലുള്ള സേവനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സോണൽ ഓഫീസർ കൃഷ്ണരാജ് അധ്യക്ഷനായി. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്. നമസ്കാരം.